നമസ്കാരം സുഹൃത്തുക്കളെ. ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കേട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളതിന് അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടിൽ കുറെ ടർഫ് കളിച്ചിട്ട് കുത്തി വീണു. അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ. അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. ഞാൻ അഥവാ ആരെങ്കിലും എന്താണ് അവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാണ് കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ മച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ എത്തിന്. എടാ കൈയിടോളൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പല്ലേ ഹിസ്റ്റോറിക്കൽ ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞൊല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തൊല്ല ശ്രീലങ്ക, അതിന്റെ മുമ്പത്തൊല്ല ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? അള്ള പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിണ്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തരെ പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെ ഒക്കെ ഉണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു തല. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് ആകെ ചോര കൊളിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ. ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ 3 ആളും ഒരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജെൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനേ? അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കണ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ. അങ്ങനത്തെ പല പല സീന് വരാണ്ടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ചയും കൂടി കേട്ടെ, ഇതൊന്നും മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല. അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ട് ഇരിക്കണം. അറിയോ, എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലമായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാ മതിയേന്. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതാട്ടാ തോന്നണം. ഞെട്ടണ്ട, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന തീവ്രവാദ ചിന്താഗതിയുള്ള പലരിൽപ്പെട്ട ഒരുവൻ മാത്രമാണിവൻ. അവൻ തന്നെ അവകാശപ്പെടുന്നു അവൻ നേപ്പാളിൽ പോയി കല്ലെറിഞ്ഞിരുന്നു എന്ന്. ഇപ്പോൾ അവന് വയ്യാത്തതുകൊണ്ടാണ് അവൻ പോവാത്തത്. പക്ഷേ വലിയ താമസമില്ലാതെ ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്. പോലീസിൻ്റെ തലയെറിഞ്ഞ് പൊട്ടിക്കുക എന്നാണ് പറയുന്നത്. പിന്നീട് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യത്തിലേക്കാണ് അവൻ പോകുന്നത്. ഇന്ത്യയുടെ ഭരണഘടന കത്തിക്കണം, പാർലമെൻറ്റ് തല്ലി തകർക്കണം, പിന്നെ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ നടന്ന കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം, അത് വലിയ ത്രില്ലിംഗ് ആണ് എന്ന തരത്തിലാണ് അവൻ പറയുന്നത്. നോക്കൂ, എത്രമാത്രം ഭീകരമായ ചിന്താഗതിയായിട്ടാണ് ഈ മലയാളി ജീവിക്കുന്നതെന്ന് ഓർക്കുക. ഞാൻ ഉറപ്പിച്ചു പറയാം, ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഭീകരവാദികൾ ജീവിക്കുന്നത് നമ്മുടെ ഇടയിലാണ്, കേരളത്തിലാണ്. പക്ഷേ ഇവിടെ തോക്കും ബോംബും ഒന്നും എളുപ്പത്തിൽ ലഭ്യമല്ലാത്തതിനാലും അതൊന്നും അത്ര എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവറ്റകൾ അടങ്ങിയിരിക്കുന്നത്. അപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ അവസരം വീണ് കിട്ടിയാൽ അവിടെ മുതലെടുക്കാൻ വേണ്ടി നോക്കും. അവന് പറ്റത്തില്ലെങ്കിൽ അവൻ ആൾക്കാരെ പറഞ്ഞു വിടാനും നോക്കും. നോക്കൂ, എത്ര ലാഘവത്തോടെയാണ് അവൻ പാർലമെൻറ്റ് തല്ലി തകർക്കണമെന്നോ അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന കത്തിക്കണമെന്നൊക്കെ ഇവൻ ആഹ്വാനം ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള കലാപ ആഹ്വാനമാണ്. ഇവനെ എതിരെ നിരവധി കേസ് പോയിട്ടുണ്ട്. ഇനി ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവനെ ജാമ്യത്തിലിറക്കാനും അല്ലെങ്കിൽ ഇവന് വേണ്ടി പറയാനും ആളുകൾ കാണും. അവൻ്റെ പെട്ടെന്നുള്ള മാനസിക വിഭ്രാന്തി കൊണ്ട് അവൻ സംഭവിച്ചാണ്. ഇതൊന്നും മാനസിക വിഭ്രാന്തിയേ അല്ല. കലാപത്തിന് ജെൻസി പിള്ളേരെ ഇളക്കി വിടുന്നതിന് അത് മാനസിക വിഭ്രാന്തി എന്നല്ല പറയേണ്ടത്. ഇവർക്കൊക്കെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് കുറഞ്ഞ ഒരൊറ്റ ശിക്ഷയുമില്ല. ഇത്തരക്കാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള 1% പോലും അർഹതയില്ല. കാരണം ഒരു നാടിനെ തന്നെ, ഒരു രാജ്യത്തിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കലാപ ആഹ്വാനമാണ് അവൻ നടത്തിയത്. അത് നടക്കില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വളരെ ശക്തമായിട്ടുള്ളൊരു സൈന്യമുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഈ കാണുന്ന സമരക്കാരൻ 1000 അല്ലെങ്കിൽ 10,000 ആളുകളല്ല, അതിന് പുറത്തും കോടിക്കണക്കിന് ആളുകളുണ്ട് എന്ന് ഓർമ്മ വേണം. അവർ ഇറങ്ങാത്തത് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ ഭരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ്. പക്ഷേ തങ്ങളുടെ രാജ്യത്തിന്, തങ്ങളുടെ നാടിന് ഒരാപത്ത് വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊന്നും ആയിരിക്കില്ല പിന്നെ കാണുന്നത്. അപ്പോൾ ഈ കിടന്ന് ഈ മൂപ്പിച്ചു കൊടുക്കുന്നവരൊന്നും ഓടിയാ മുഴുക്കില്ല. ഇവരെല്ലാ കാലത്തും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. വലിയ വീരവാദം മുഴക്കും. അതിനുശേഷം പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ തല്ലുകെട്ടി ഓടി തള്ളിക്കഴിയുമ്പോൾ ഏരവാദം മുഴക്കും. അത്തരപ്പെട്ടവരിൽ ഒരുത്തൻ മാത്രമാണിവൻ. പക്ഷേ മലയാളത്തിൽ സംസാരിക്കുന്നു,
പറയാവുന്നതിൻ്റെ പരമാവധി പറയുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്തരക്കാർക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ എന്ത് കുറവാണുള്ളത്? അവർക്ക് സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ? വീട് വെക്കാൻ, ജീവിക്കാൻ, സഞ്ചരിക്കാൻ, സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ കുറവുണ്ടോ? ഒരു പക്ഷേ മറ്റ് ആളുകൾക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ പരിഗണന അവർക്ക് കിട്ടുന്നില്ലേ? പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ, ജോലി കിട്ടുന്നതിൻ്റെ കാര്യത്തിൽ. എന്തിന് ഒരു ആപത്ത് സംഭവിച്ചാൽ പോലും സർക്കാരുകൾ മറ്റാളുകളെ നോക്കിയില്ലെങ്കിൽ കൂടി ഇവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കും. നമ്മൾ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഇവനൊക്കെ എന്തിൻ്റെ സൂക്കേടാണ്? അതേ, ഒറ്റ സൂക്കേടേ ഉള്ളൂ: മതം, മതം, മതം. ഭ്രാന്ത് പിടിച്ച മതഭ്രാന്ത്. മാത്രമല്ല, നരേന്ദ്രമോദിയുടെ പേര് മുഹമ്മദ് മോദി എന്നായിരുന്നെങ്കിൽ അവർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നായിപ്പോയില്ലേ? അതുമാത്രമാണ് ഇവറ്റകളുടെയൊക്കെ പ്രശ്നം. മുസ്ലിം അല്ലാത്ത ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കാൻ പറ്റാത്ത ഒരൊറ്റ പ്രശ്നം മാത്രമാണ് അവരുടെ പ്രശ്നം. ലോകം മുഴുവൻ അവരുടെ കീഴിൽ കൊണ്ടുവരണം എന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ അത് നടക്കുന്ന കാര്യമാണോ? ഇപ്പോഴും ലോകത്ത് കേവലം 30% പോലും ഈ കൂട്ടറില്ല എന്ന് ഓർക്കുക. ബാക്കി വരുന്ന 70% മുകളിൽ ഈ കൂട്ടർ അല്ലാത്ത ആളുകളാണ്. സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. അവരെ കൂടി തുലയ്ക്കുന്ന പരുവത്തിലുള്ള ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത്. അത് എന്തിനാ ഈ നഞ്ചെന്തിന് നാനാഴി എന്നൊരു ചൊല്ലുണ്ട്. ഒരുപാട് എണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ 5-6 എണ്ണം മാത്രം മതി ഒരു നാട് തന്നെ മുടിയാൻ. ഇവനെയൊന്നും ജയിലിടിഞ്ഞാൽ പോലും സൂര്യോദയം കാണാത്ത തരത്തിൽ അകത്തിടുകയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പരമാവധി ശിക്ഷ കൊടുത്ത് അവനെയൊക്കെ ഇല്ലാതാക്കി തന്നെ ചെയ്യണമെന്നേ ഒരു വോട്ട് ചെയ്യുന്ന ഒരു ഒരു നികുതി അടയ്ക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ പറയാനുള്ള. അവൻ്റെ ഫോൺ നമ്പറും കൂടെ ഞാൻ കൊടുക്കാം. ആശാൻ ഇപ്പോൾ വരണ്ടിരിക്കുകയാണ്. പലരും അവനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇട്ടിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തല്ലോ സാർ എന്നൊക്കെയാണ് അവൻ മറുപടിയായിട്ട് പറയുന്നത്. പക്ഷെ അതിൽ കഥയില്ലല്ലോ. ഇതൊക്കെ കണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാത്ത എത്രയോ പിള്ളേർ ഇത് ശരിയാണെന്ന ധാരണയിൽ ഇവൻ പറഞ്ഞതുപോലെ കല്ലും കട്ടയും എടുത്തുകൊണ്ട് പോലീസിനെ എറിയാനും നമ്മുടെ ഭരണഘടന പിച്ച് കീറാനും അതേപോലെ തന്നെ പാർലമെൻറ്റ് തകർക്കാനും ഒക്കെ കച്ചകെട്ട് ഇറങ്ങി പോവില്ലേ? ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് സത്യം. ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഭീകരവാദികൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. അവർക്ക് ഈസിയായിട്ട് മാരകായുധങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് മാത്രം അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ്. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഒരു കാലം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, എന്തിന് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇവിടെ BJPയും RSSും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറേ കൂടെ കാര്യങ്ങൾ അറിയാനും അനുഭവിക്കാനും ഉണ്ട്. അതുവരെ നിങ്ങൾ RSSനെയും BJPനെയൊക്കെ പള്ളു പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണോട്ടങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളതിന് അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുത്തി വീണ്. അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം